ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൻ്റെ പുതിയ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെബ് പെൻ ടെസ്റ്റിംഗ് എന്ന ഒരു പുതിയ സെഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് HTML ആണ്. ഓക്കെ, എന്താണ് HTML, എങ്ങനെയാണ് ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം ഈ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഗായ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പിൾ HTML വെബ് പേജ് എന്ന ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടോപ്പിക്സ് വി ഡിസ്കസസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റായിട്ട് എന്താ പറയുക, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ആ കോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡോക് ടൈപ്പ് HTML എന്ന് ആദ്യം തന്നെ കാണാൻ സാധിക്കും. അതിനുശേഷം HTML ഇതാണ് ഇതിൻ്റെ മുമ്പേ കാണിച്ച എന്താ പറയുക, ഒരു വെബ് പേജിൻ്റെ കോഡെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോന്നിനെക്കുറിച്ചും നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ടെർമിനലിൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, CD സ്പേസ് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് കയറി അവിടെ LS അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, മൈക്രോ സ്പേസ് നിങ്ങളുടെ HTML ഫയലിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ sample1 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, sample1. അതിനുശേഷം HTML ആ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .html എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു ഫയൽ ക്രോമിൽ റൺ ആവുകയുള്ളൂ. ഓക്കെ, .html എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്കിത് മൈക്രോ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് 2 ടാഗ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് നമ്മളിവിടെ HTML ടാഗ് എന്ന് പറയുക. ടാഗ് ഓപ്പൺ ചെയ്ത് ആ ടാഗിനകത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സ് ലോക്കിൽ ഡോക് ടൈപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, ഡോക് ടൈപ്പ്. അതിനുശേഷം ലോവർ കേസിൽ HTML എന്ന് കൊടുക്കുക. ഇതാണ് നമ്മൾ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുതിയ HTML വേർഷൻ, അതുപോലെ തന്നെ പുതിയ സെർച്ച് എൻജിൻ, പുതിയ വെബ് ബ്രൗസർ, ഇതിനൊക്കെ നമ്മൾ എന്താണ് കോഡ് ചെയ്യുന്നതെന്നും എന്താണ് നമ്മളിവിടെ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എന്താണ് ഈ ഒരു ഫയൽ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയുകയാണ്. ഇവിടെ ഡോക്യുമെൻറ്റ് ടൈപ്പ്, അതാണ് ഡോക് ടൈപ്പ്, HTML എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ അടിക്കുക. ഇനി ആദ്യത്തെ ടാഗ് HTML എന്ന് കൊടുക്കുക. ഓക്കെ, HTML. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇനി ഫുള്ള് കോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊരു ടാഗ് ഓപ്പൺ ചെയ്താലും അതിന് ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാകും. ക്ലോസിംഗ് ടാഗ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക, നടുക്കൊരു സ്ലാഷ് ഇടുക. ഇതിനകത്ത് നമ്മൾ ഏത് ടാഗാണോ ഓപ്പൺ ചെയ്തത് ആ ടാഗ് തന്നെ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒരു ക്ലോസിംഗ് ടാഗായിട്ട് മാറും. ഈ 2 സാധനത്തിനെയാണ് നമ്മൾ ഒരു ടാഗ് എന്ന് പറയുക. ഓക്കെ, ഇതിൻ്റെ നടുക്കാണ് നമ്മളിനി എന്താ പറയുക, ഈ കാര്യങ്ങളെല്ലാം കോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും കോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെഡ് ടാഗ് വേണം, ഒരു ബോഡി ടാഗ് വേണം, അല്ലേ? നമ്മൾ എന്തൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഹെഡ് ഉണ്ടാകും, ഒരു ബോഡി ഉണ്ടാകും, അല്ലേ? അതുപോലെ തന്നെയാണ് HTMLലും വരുന്നത്. അതിനകത്തൊരു ഹെഡ് ടാഗ് ഉണ്ട്. ഈ ഹെഡ് ടാഗിനകത്തിലാണ് നമ്മൾ ടൈറ്റിൽ എഴുതാൻ പോകുന്നത്. ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെബ് പേജ് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അഡ്രസ് ബാറിൽ കാണുന്ന സാധനമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ഉണ്ടാക്കാൻ ആദ്യം നിങ്ങൾ ഹെഡ് ടാഗ് യൂസ് ചെയ്യുക. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക, അവിടെ ഹെഡ് എന്ന് അടിക്കുക. അപ്പോൾ ആ ഹെഡ് ടാഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ടൈറ്റിൽ എന്ന ടാഗ് കൊടുക്കുക. ടൈറ്റിൽ എന്നതിന് കൊടുത്തതിന് ശേഷം നമ്മളവിടെ എന്താണോ നമ്മുടെ വെബ് പേജിന് വിളിക്കാൻ ഉപയോഗിക്കുന്ന പേര് അത് കൊടുക്കുക. ഞാൻ ഇവിടെ sample1 HTML വെബ് പേജ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ആ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഹെഡ് ടാഗും ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ടൈറ്റിൽ ഈ HTMLൻ്റെ ഹെഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ബോഡിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബോഡി എന്ന് പറഞ്ഞ് ടാഗ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിനകത്താണ് ഇനി നമ്മൾ കംപ്ലീറ്റ് കോഡിങ്, അതായത് ബോഡി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബോഡി ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് നിങ്ങളാദ്യം H1 എന്നൊരു ടാഗ് ഉണ്ട്. സോ അതെന്തിനാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ് കൊടുക്കാനാണ്. ഹെഡിങ് മീൻസ് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് പറഞ്ഞ് വലിയ ഒരു അക്ഷരത്തിൽ നമ്മൾ വലിയ ഫോണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. സോ ഇതിനെയാണ് ബോഡിയിലെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഡ്രസ് ബാർ, അതായത് ഇവിടെ കാണുന്ന സാധനമാണ് നമ്മൾ ഹെഡിൽ കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി ബോഡിയാണ് ഇത്രയും കാണുന്ന ഈ ഒരു പോർഷൻ. ഓക്കെ, സോ ബോഡിയിൽ നമ്മളിനി എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, H1 എന്ന ടാഗ് കൊടുക്കുക. ഈ H1 ഹെഡിങ് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരിക. ഓക്കെ, സോ ഇത് ഒരു 6 ടൈപ്പ് ഉണ്ട്. H1, H2, H3 അങ്ങനെ H6 വരെയുണ്ട്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഇതിൻ്റെ ഫോണ്ടിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. H1 ഞാൻ ടാഗ് അടിക്കുന്നു. ഓക്കെ, വെൽക്കം, അതിനുശേഷം ടാഗ് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും H2 എന്ന് പറഞ്ഞ് ടാഗ് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ ഇവിടെ H1, H2 അങ്ങനെ H6 വരെ കുറച്ച് കാര്യങ്ങൾ ഹെഡിങ്സ് എഴുതിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഈ ഒരു ഫയൽ സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ ഇവിടെ കിടപ്പുണ്ട്, sample1.html. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് വ്യത്യസ്ത തരത്തിലുള്ള സൈസാണ് ഓരോ ഫോണ്ടിനും വന്നിരിക്കുന്നത് അല്ലേ. സോ വെൽക്കം എന്ന് ആദ്യം വലിയ അക്ഷരത്തിൽ വന്നിരിക്കുന്നത് H1 ടാഗാണ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടു ദ എന്ന് പറയുന്ന ആ ഒരു 2 അക്ഷരങ്ങൾ, അത് H2 ടാഗിലാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് ഈ ഒരു ടാഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാനൊരു ഹെഡിങ് കൊടുക്കുകയാണ് H1 ടാഗിൽ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ്. ഓക്കെ, ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം Ctrl+S കൊടുത്ത് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്രോമിലേക്ക് വന്ന് ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു H1 ടാഗിൻ്റെ ഒരു യൂസ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു HTML ബേസിക് ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം. സോ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ P എന്നൊരു ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് P എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ എന്ത് എഴുതിയാലും പാരഗ്രാഫ് പോലെ, അതായത് ആദ്യം ഞാൻ ഒരു ഡെമോ കാണിച്ച ഒരു വെബ്സൈറ്റ് പോലെ, ഒരു വെബ് പേജ് പോലെ ഇതേപോലെ ഒരു പാരഗ്രാഫ് പോലെ നമുക്ക് ഇതിനകത്ത് എഴുതാൻ സാധിക്കും. സോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് എഴുതാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, പാരഗ്രാഫ് എഴുതി കഴിഞ്ഞു. സോ ഇനി ആ ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി Ctrl+S എടുത്ത് സേവ് ചെയ്തിട്ട് നമ്മളിവിടെ സൈറ്റിലേക്ക് വന്നിട്ട് വെബ് പേജിലേക്ക് വന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പാരഗ്രാഫ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു പാരഗ്രാഫ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുക. HTMLൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. സോ ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ കോൺസെപ്റ്റ് ഓഫ് വെബ് ഡിസൈനിങ് എന്ന ഒരു ടോപ്പിക്ക് നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്നുള്ളതാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഓഫ് എ വെബ് പേജ് ഈസ് ഫിക്സ്ഡ്. സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് ഡാറ്റാബേസസ്. ഓക്കെ, ഒരു ഡാറ്റാബേസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു വെബ് പേജാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് ലേഔട്ട് എല്ലാം ഫിക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. സ്റ്റാറ്റിക് വെബ് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി വെബ് ബ്രൗസറിൽ റൺ ആവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒന്നും ഒരാവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈസി ടു ഡെവലപ്പ്, അതായത് ഏതൊരു ബിഗിനറിനും ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വെബ് പേജസ് ആണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത്. ദ കണ്ടൻറ്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. റൺ ടൈമിൽ ഇതിൻ്റെ കണ്ടൻറ്റും ലേഔട്ടും എല്ലാം ചേഞ്ച് ആവും. ഡൈനാമിക് വെബ് പേജുകൾ ഒരു ഡാറ്റാബേസിൻ്റെ ബലത്തിലാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലൂടെയാണ് ഇത് റൺ ചെയ്യുന്നത്. അത്യാവശ്യം പ്രോഗ്രാമിംഗ് സ്കിൽസൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം കോൺസെപ്റ്റ് ഓഫ് വെബ് പേജസ് ഡിസൈനിങ് പഠിച്ചു. അതിനുശേഷം സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക് എലമെൻറ്റ്സ് ഓഫ് HTML ടു ക്രിയേറ്റ് വെബ് പേജസ് ആണ്. സോ എന്താണ് എലമെൻ്റ് എന്ന് പറയുന്നത്? ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കവർ ചെയ്തതാണ്. സോ ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗും അതിന് നടുക്കുള്ള കണ്ടൻസും ചേരുന്നതാണ് ഒരു എന്താ പറയുക ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ HTML എന്ന ഓപ്പണിംഗ് ടാഗ് ഇട്ടു, അതിനുശേഷം HTML ക്ലോസിംഗ് ടാഗ് ഇട്ടു. ഇതിനകത്ത് വരുന്ന കണ്ടൻസും ഇതും കൂടെ ഉൾപ്പെടുന്നത് ഇത് ഒരു ഒറ്റ ടാഗാണ് പറയുന്നത് എന്താ പറയുക എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് HTML ടാഗ്സ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ഒരു ടാഗിന് നമ്മൾ ഓക്കെ ഇപ്പോൾ ഒരു HTML എന്ന ടാഗ് ഇട്ടു, അതിന് ക്ലോസിംഗ് ടാഗ് ഇട്ടു. സോ ഈ ഒരു ടാഗിനെല്ലാം നമ്മൾ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോഡി, ഈ ബോഡി എന്ന് പറയുന്ന ടാഗിന് നമുക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ബോഡി ഫുള്ള് വൈറ്റ് കളറാണ് അല്ലേ. സോ ഇനി നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോഡി എന്ന ഓപ്പണിംഗ് ടാഗിന് ഒരു സ്പേസ് ഇടുക, അതിനുശേഷം BG കളർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബോഡി എന്ന ടാഗിൻ്റെ ഒന്നാമത്തെ ആട്രിബ്യൂട്ടാണ് BG കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈക്വൽസ് ഇടുക, ഡബിൾ കോഡ്സിൽ ഏത് കളറാണോ വേണ്ടത് ഒന്നിൽ ആ കളറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് ഓരോ കളറിനും ഓരോ കോഡുണ്ട്. സോ ഞാനിപ്പോൾ റെഡ് ആണ് നോക്കുന്നത്. റെഡിൻ്റെ കോഡ് #CAPSLOCK FF, അതിനുശേഷം ഒരു 4 0 കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ Ctrl+S കൊടുക്കുന്നു. ഓക്കെ, വെബ് ബ്രൗസറിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കംപ്ലീറ്റ്ലി റെഡ് ആയിരിക്കുകയാണ്. സോ ഇതാണ് ഒന്നാമത്തെ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ബോഡിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റിയിരുന്നത്. സോ നമുക്കിനി ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റിൻ്റെ കളറ് ഓക്കെ റെഡ് തന്നെ കൊടുക്കാം, #FF. ഓക്കെ, അത് കൊടുത്തു സേവ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഗൂഗിളിൽ വന്നിട്ട് ഞാൻ ഓക്കെ വെബ് ബ്രൗസറിൽ വന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റീലോഡ് ചെയ്യുകയാണ്. സോ റീലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് പഴയതുപോലെ ആയിട്ടുണ്ട്, ടെക്സ്റ്റിൻ്റെ കളറ് മാറിയിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് ബോഡി എന്ന ടാഗിൽ വരുന്ന ആട്രിബ്യൂട്ട്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് 4 ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ് ഓഫ് വെബ് പേജ് ഡിസൈനിങ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്, ബേസിക് എലമെൻറ്റ്സ് ഓഫ് HTML, അതുപോലെ തന്നെ HTML ടാഗ്സ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇനി ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഇത് ബോഡിക്ക് മാത്രമല്ല വേറെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ അതെല്ലാം വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Until next time, it's me, Techie ANR.